നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ പട്ടിക ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗം പ്രഖ്യാപിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ട് എന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്ന ഒരു ലക്ഷ്യം ഇപ്പോൾ ഉണ്ട് എന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക, അതായത് കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയിലേക്കാണ് വളരെ പെട്ടെന്ന് പോകുന്നത്. അതിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാറുള്ളത് ലീഗ് സ്ഥാനാർത്ഥികളാണ്. മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ തൃക്കരിപ്പൂരിൽ ഉയർന്നു കേൾക്കുന്ന പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്നത് DCC പ്രസിഡന്റ് PK ഫൈസലിൻ്റെ പേര് തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിൻ്റെ പേരും തൃക്കരിപ്പൂരിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ 2 പേരുകൾ അന്തിമ പട്ടികയിലേക്ക് എത്തി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ PK ഫൈസലിനാണ് കൂടുതൽ മുൻതൂക്കം എന്ന വിവരം കൂടിയാണ് നമ്മൾ തൃക്കരിപ്പൂരിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഇത്തവണ DCC ജനറൽ സെക്രട്ടറിമാരായ ഹരീഷ് നായറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പി വി സുരേഷിൻ്റെ പേരുകളും ഇപ്പോൾ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ PV സുരേഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, പക്ഷേ വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് സുരേഷിനായിരിക്കുമോ അവസരം ലഭിക്കുക എന്നതിൽ ഉറപ്പുമില്ല. ഇനി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റാർ മണ്ഡലം അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഉദുമയാണ്. ഈ ഉദുമയിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കീം കുന്നിൽ എന്ന പേരിന് വലിയ പരിഗണനയാണ് നൽകുന്നത്. ഹക്കീം കുന്നിൻ്റെ പേര് സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതോടൊപ്പം തന്നെയാണ് DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാറിൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഉദുമയിൽ നിന്ന് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റ് മണ്ഡലങ്ങളിൽ 2 പേരുകൾ ആണ് എങ്കിൽ ഒരു പേര് കൂടിയുണ്ട് ഉദുമയിൽ എന്നതാണ്. അത് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ്റെ പേര് ആണ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കാലങ്ങളായി തന്നെ കോൺഗ്രസിന് സ്വന്തമായി സീറ്റുകളില്ലാത്ത കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ ഇത്തവണ വലിയ വിജയപ്രതീക്ഷ പുലർത്തുകയാണ് കോൺഗ്രസ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 5 മണ്ഡലങ്ങൾ ഉള്ള കാസർഗോഡ് ഇത്തവണ തൂത്തുവാരണം എന്ന ഒരു ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ട് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ മറ്റ് 2 മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും. ഈ 2 മണ്ഡലങ്ങളും BJPക്ക് കൂടി വലിയ വേരോട്ടം ഉള്ള മണ്ഡലങ്ങൾ ആണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് എന്നതാണ്. അതിൽ അറിയാൻ സാധിക്കുന്നത് സിറ്റിംഗ് MLA-മാർ, അതിൽ തൃപ്പൂണിത്തുറയും ഒപ്പം പാലക്കാട് മാറ്റി നിർത്താം. പിന്നീട് സംവരണ മണ്ഡലങ്ങൾ, ഇത്തരം സീറ്റുകളാണ് ആദ്യം പ്രഖ്യാപിക്കാൻ സാധ്യതയെന്നാണ്. പക്ഷേ കാസർഗോഡ് ഇത്തവണ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അവിടെ ഈ സ്ഥാനാർത്ഥികളിലേക്ക് 2 പേരുകളിൽ ഒരു പേരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, ഈ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ഇന്നലെയും ഇന്നും ജില്ലയിലുണ്ട്. ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഒരു ചർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കും. ഇതിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തൃക്കരിപ്പൂരാണ് ഇത്തവണ ഈ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് കേരള കോൺഗ്രസിന് നൽകിയിരുന്നു, പക്ഷെ ഇത്തവണ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നതാണ്. അവിടെയാണ് ഇത്തരത്തിൽ 2 പേരുകൾ ഉയർന്നേൽക്കുന്നത്. അതിൽ DCC പ്രസിഡന്റ് PK ഫൈസലിനാണ് മുൻതൂക്കം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോമോൻ ജോസിന്റെ പേര് കൂടി അവിടെ പരിഗണനയിലുണ്ട്. പക്ഷേ DCC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പരിക്കില്ലാതെ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് നിൽക്കാനായത് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയുണ്ട്.
കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ വലിയ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. CPI ആണ് എതിരാളികളായുള്ളത്. അവിടെ ഹരീഷ് പി നായർ എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും വലിയ പരിഗണന ഉള്ളത്. PB സുരേഷിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. PB സുരേഷ് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, പക്ഷേ വിജയിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഹരീഷ് പി നായർക്ക് ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം ഉദുമയാണ്. വയനാട് നടന്ന ലക്ഷ്യ ക്യാമ്പിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത് ഇത്തവണ ഉദുമ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ മണ്ഡലം എന്നൊക്കെ പറയാവുന്നത് ഉദുമയാണ്. ഉദുമയിൽ വലിയ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഈ LDF-ൽ ഒരുപക്ഷെ CH കുഞ്ഞുമ്പോ അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും വരാൻ സാധ്യത. എന്തായാലും അവിടെ ഹക്കീം കുന്നിൽ, അതായത് മുൻ DCC പ്രസിഡന്റ് കൂടിയാണ് ഹക്കീം കുന്നിലിന്റെ പേരാണ് പട്ടികയിൽ ആദ്യമുള്ളത്. തൊട്ട് പിന്നാലെ തന്നെ K നീലകണ്ഠനെയും അതോടൊപ്പം തന്നെ B പ്രദീപ് കുമാർ. ഈ B പ്രദീപ് കുമാർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്ന പല പ്രതിഷേധ സമരങ്ങൾക്കുമൊക്കെ മുന്നിൽ നിൽക്കുകയും വലിയ തോതിൽ പോലീസിന്റെ മർദ്ദനമൊക്കെ ഏൽക്കേണ്ടി വന്നതാണ് B പ്രദീപ് കുമാർ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലൊക്കെ സജീവമായി പ്രതിഷേധത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് B പ്രദീപ് കുമാർ. അങ്ങനെ വാശിയേറിയ 3 പേരുടെ പേരുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായാൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി പുതുമയിൽ വന്നുകൂടായികയില്ല. അങ്ങനെയും ഒരു സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി കാസർഗോഡ് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് സ്വന്തമായ ഒരു MLA ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മത്സരിച്ച് ശക്തമായ മത്സരം നടത്തി അതിൽ പരമാവധി വിജയിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KPCC പ്രസിഡന്റും വലിയ തോതിൽ കൂടിയാലോചന നടത്തി. മാത്രമല്ല രാജമോഹൻ ഉണ്ണിത്താൻ MP-യുടെ കൃത്യമായ അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള സ്ഥാനാർത്ഥികളാണ് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി അത്തരത്തിലുള്ള ഒരു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള എതിർ ശബ്ദങ്ങളും ഇല്ലാതെ കൃത്യമായി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി കൃത്യമായി തെരഞ്ഞെടുപ്പ് നേരിടാനാണ് KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. DCC ഓഫീസിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂട്ടയടിയൊക്കെ വലിയ തോതിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു തരത്തിലുള്ള ഇടം നൽകരുതെന്ന കൃത്യമായ നിർദ്ദേശം അത് AICCയുടെ ഭാഗത്തുനിന്നും KPCCയുടെ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കൃത്യമായി പരിഗണിക്കുക. അങ്ങനെയുള്ളവരെ നിർത്തി വിജയിക്കാൻ ഉള്ള എല്ലാ വഴികളും, അതായത് എതിർത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കൃത്യമായ നല്ല സംവിധാനത്തോടുകൂടി കൃത്യമായി പ്രവർത്തിച്ച് വിജയത്തിനപ്പുറം ഒന്നുമില്ല എന്ന തരത്തിലുള്ള കൃത്യമായ സന്ദേശം നേതാക്കൾ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥി മോഹികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലില്ല. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1ാം പരിഗണനയിൽ ആദ്യ പേരുകളാണ്. അതേസമയം 2 പേരുടെ പേരുകളാണ് ഇത്തരത്തിൽ അന്തിമ പട്ടികയിൽ ഉള്ളത്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതൊരു പക്ഷേ പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയായി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആദ്യഘട്ടത്തിലെ പട്ടികയിൽ അതാണ് എടുത്തു പറയേണ്ടത്. അതായത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര, ആ യാത്ര സമാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ ബൈജു സൂചിപ്പിക്കുന്ന പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡാണ് ഉള്ളത്. ഉദുമ മണ്ഡലത്തിൽ തന്നെയാണ് ആദ്യത്തെ സ്വീകരണം എന്നതാണ്. അതാണ് ബൈജു സൂചിപ്പിച്ചത്. ഉദുമ മണ്ഡലം തന്നെയാണ് A ക്ലാസ് മണ്ഡലം എന്ന് നമ്മൾ പറയുകയും ചെയ്തു. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്രയാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പൊതുവെ എങ്ങനെയുണ്ട് ബൈജു, നമുക്ക് ഈ യാത്രയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം 100 സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ ക്യാമ്പ് ഒക്കെ നടത്തി പിരിഞ്ഞിട്ടുള്ളത്. ട്രെൻഡ് ഏത് സമയവും ഒക്കെ മാറാം എന്നത് നമുക്കറിയാം. ഇതിന് മറുപടി എന്ന നിലയിൽ ഇടതുമുന്നണിയും അവരുടെ ജാഥകളുമായി സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. മേഖലാ ജാഥകൾ നടക്കുന്ന പശ്ചാത്തലമാണല്ലോ ഉള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ എങ്ങനെയാണ് പ്രതീക്ഷ? ഒപ്പം കാസർഗോഡ് ജില്ലയിലെ ഒരു പൊതു പ്രതീക്ഷ എങ്ങനെയാണ്? എത്രത്തോളം സ്വീകാര്യതയുണ്ട് അവരുടെ യാത്രയ്ക്ക്? അഭിലാഷേ, വലിയ ആവേശകരമായ തുടക്കം എന്ന് പറയേണ്ടി വരും.
ഇന്നലെ അത്രത്തോളം ആളുകളാണ് ഈ കുമ്പളയിൽ, പ്രധാനമായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഈ ജാഥയുടെ തുടക്കം കുറിച്ചത്. കുമ്പളയിലായിരുന്നു ഈ ഉദ്ഘാടനം. ഈ ഉദ്ഘാടന പരിപാടിയിൽ വലിയ തോതിൽ സ്റ്റേജ് നിറയെ നേതാക്കളുടെ ഒരു പടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവർത്തകരും വലിയ തോതിൽ ആവേശകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്നും കണ്ടത്. ഇതിൽ ഘടകകക്ഷി നേതാക്കൾ മുഴുവൻ ആളുകളും ഈ ജാഥയിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രത്യേകത. അതായത് കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, NK പ്രേമചന്ദ്രൻ MP, അതോടൊപ്പം ഏറ്റവും പുതുതായി UDF-ലേക്ക് കടന്നു വന്ന PV അൻവറും അതുപോലെ തന്നെ CK ജാനുവും ഉൾപ്പെടെ മുഴുവൻ നേതാക്കളുടെ ഒരു പട തന്നെ ഈ ഉദ്ഘാടന പരിപാടിക്കുണ്ടായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് പരിപാടി തുടങ്ങി. വളരെ ചിട്ടയായ രീതിയിലായിരുന്നു പരിപാടി. നമുക്കറിയാം, കോൺഗ്രസിന്റെ പരിപാടിയിൽ ചിലപ്പോൾ കസാര പോലും കിട്ടാത്ത, വേദിയിൽ കസാര പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ചിട്ടയായ രീതിയിലുള്ള ഒരു യാത്ര, അത് കൃത്യമായി ഈ രീതിയിൽ ഇന്നലെ കാസർഗോഡായിരുന്നു ഇതിന്റെ സമാപനം. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉദുമ എന്ന് പറയുന്ന മണ്ഡലം, അവിടെ നിന്നാണ് ഇന്ന് ആ ജാഥയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും ഇന്ന് പര്യടനം പൂർത്തിയാക്കും. നാളെ ഈ ജാഥയുടെ പര്യടനമില്ല. നാളെ സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ്. 100ാം വാർഷിക സമ്മേളനം നടക്കുന്നതുകൊണ്ട് നാളെ ജാഥയില്ല. മറ്റന്നാളാണ് ഇനി കണ്ണൂർ ജില്ലയിലെ പര്യടനം നടക്കുന്നത്. നാളെയും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യും. നാളെ മറ്റൊരു പ്രത്യേകത, 3 മുഖ്യമന്ത്രിമാർ സമസ്തയുടെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ എത്തുന്നുണ്ട് എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിന് കൃത്യമായ സജീവമായ പ്രചരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അത് കാസർഗോഡ് നിന്നും CPM നേരത്തെ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ UDF-നും അത് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയ തോതിൽ നേരത്തെ തന്നെ പ്രവർത്തകർ ഈ പരിപാടിക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ, അതായത് ആദ്യ സ്വീകരണം ഉണ്ടായത് കാസർഗോഡാണ്. സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ആളുകൾ ഉള്ള സാഹചര്യം, പ്രവർത്തകർ ഉള്ള സാഹചര്യം. ഇത് തന്നെയാണ് ഈ ജാഥയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് അണികളെ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കുക. അങ്ങനെ മാത്രമല്ല, കൂട്ടായ പ്രവർത്തനം, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പ് ഇല്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൽ VD സതീശൻ പറഞ്ഞത്, അതുപോലെ തന്നെ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് അത് തന്നെയാണ്. ഈ ജാഥ പുത്തരിക്കണ്ടം മൈതാനിൽ സമാപിക്കുന്നത്. ഇത് സെക്രട്ടേറിയറ്റിലേക്കാണ് നേരെ സമാപിക്കുക. അതായത് ഭരണം സെക്രട്ടേറിയറ്റിലേക്കുള്ള ജാഥ എന്ന നിലയിൽ തന്നെയാണ് പുതുയുഗ പിറവി എന്ന പേരിൽ ഇപ്പോൾ ജാഥ പുരോഗമിക്കുന്നത്. ആ ജാഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു തുടക്കത്തിൽ തന്നെ എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിന് ഒപ്പം തന്നെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാനാകും, ആദ്യഘട്ട പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ആണ് KV ബൈജു നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.